യെസ്, പ്രൊഫസർ എ ജി ജോർജ്, ഈ പ്രശ്നത്തിന് രമ്യമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ ഭരണസമിതി തീരുമാനിച്ചാൽ MLA-ക്ക് മാറിക്കൊടുത്തേ പറ്റൂ, പക്ഷേ അവിടെ ധാർഷ്ട്യവും കയ്യൂക്കും ഒക്കെ വരുമോ എന്നുള്ളതാണ്. സംഭവമായി ഇതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയുള്ള പല നമ്മുടെ പാനലിസ്റ്റുകൾ പറഞ്ഞതുപോലെ തിരുവനന്തപുരം നഗരത്തെ സമഗ്രമായി കണ്ടുകൊണ്ട് അനധികൃതമായ ഒരു വലിയ ശൃംഖലയുണ്ട് ഇവിടെ കയ്യേറ്റത്തിന്റെ. ആ ശൃംഖല മുഴുവൻ അതിന്റെ കണ്ണികൾ പൊട്ടിക്കാനുള്ള ആർജവം പുതിയ ഭരണസമിതി നടത്തിയാൽ മാത്രമേ, കാട്ടിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഇതൊരു ഒറ്റപ്പെട്ട ഒഴിപ്പിക്കലായിട്ട് വരുമ്പോഴാണ് ഇത് കൂടുതൽ ശ്രദ്ധ നേടുന്നത്. മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഇതിനകത്ത് ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരു താരമൂല്യമുള്ള ആളുകളാണ്. അതുകൊണ്ട് വാർത്തയ്ക്ക് പ്രാധാന്യം കൂടുതൽ ലഭിക്കുക. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, തിരുവനന്തപുരത്തെ 101 വാർഡുകളിലും ഇതുപോലെ അനധികൃതമായ കയ്യേറ്റം വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അത് ഒഴിപ്പിക്കാനുള്ള ഒരു നയപരമായ തീരുമാനം അടിയന്തരമായി എടുക്കണം. അതിന് 45 ദിവസം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്ന് നടത്തുന്ന പ്രസ്താവന വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 3-4 ദിവസങ്ങൾ കഴിയുമ്പോൾ, സ്ഥിരം സമിതിയുടെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോർപ്പറേഷൻ പൂർണ്ണ സമയ പ്രവർത്തന സജ്ജമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സമഗ്രമായ ഒരു ഓഡിറ്റിങ്, കയ്യേറിയ സ്ഥലങ്ങളെ സംബന്ധിച്ച് അത് മുഴുവൻ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കയ്യേറിയതാണ്. എന്തിനു പറയണമല്ലേ, ഞാനും താങ്കൾക്കും കാണാവുന്നല്ലേ നമ്മുടെ നടപ്പാതകൾ കയ്യേറി പാർട്ടി ഓഫീസുകൾ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലങ്ങൾ. താങ്കൾ എന്റെ കൂടെ വരാമെങ്കിൽ ഞാൻ കാട്ടിത്തരാം. അതുപോലെ അങ്ങേക്കറിയാമോ, ഈ അടുത്ത കാലത്ത് നടന്ന ഒരു നാടകം, അതായത് ഈ തെരുവോര കച്ചവടക്കാർ രാത്രിയിലൊക്കെ ചില പ്രദേശങ്ങളിൽ രാത്രി മുഴുവൻ പ്രവർത്തിക്കുന്ന തെരുവോര കടകളുണ്ട്. പരുത്തിപ്പാറ, അതുപോലെ പൂജപ്പുര, അതുപോലെ വെള്ളയമ്പലം, പേരൂർക്കട തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവിടെ വലിയ പ്രതിഷേധം ഉണ്ടായപ്പോൾ രായിക്ക് രാമാനം ഒരു ടീം ഒരുമാതിരി ഈ കഴിയന്മാരെ പോലെ ചെന്ന് അവിടെയുള്ള മുഴുവൻ കടകളും ഒഴിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ കാര്യങ്ങൾ പിടികിട്ടുന്നത്. കാരണം ഈ കടകളിൽ നല്ല ഒരു പങ്ക് ബിനാമിയാണ് അനിലെ. ഇതിന്റെയൊക്കെ പിറകിൽ പ്രവർത്തിക്കുന്ന വലിയ ഉന്നതന്മാരാണ്, വലിയ ഹോട്ടൽ ശൃംഖലകളാണ് ഈ തെരുവിലെ കച്ചവടങ്ങളിലൊക്കെ നിയന്ത്രിക്കുന്ന, രാത്രി കച്ചവടങ്ങൾ നിയന്ത്രിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ പോയതിനേക്കാൾ വേഗത്തിൽ ഈ കടകളെല്ലാം പുനഃസ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ നടക്കുന്നതായിട്ടുള്ള ഒരു സംഘടിതമായിട്ടുള്ള കയ്യേറ്റങ്ങൾ, സംഘടിതമായ ചട്ടലംഘനങ്ങൾ, ഈ പറയുന്ന രാഷ്ട്രീയത്തിന്റെ മുഷ്ടി ഉപയോഗിച്ചുകൊണ്ടുള്ള അനധികൃതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നത് സമഗ്രമായി കണ്ടുകൊണ്ട് അത് പരിഹരിക്കാനുള്ള ശ്രമമാണ്. ബഹുമാനപ്പെട്ട മേയറിന്റെ പ്രസ്താവനയിൽ നിന്ന് അദ്ദേഹം ഇതിനെ സംബന്ധിച്ചൊക്കെ അന്വേഷണങ്ങൾ നടത്താനുള്ള നടപടികൾ എടുക്കുന്നതായി സൂചന ലഭിക്കുന്നുണ്ട്. അത് നടക്കുമെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഒരു മുഖച്ഛായ തിരുവനന്തപുരത്തിന് മാറ്റാൻ സാധിക്കൂ. അല്ലാതെ ഇടതുകാലിലെ മന്തെടുത്ത് വലതുകാലിലോട്ട് വെച്ചതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇവിടെ എനിക്കൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വാക്ക് കേൾക്കുന്നത്, കേരളത്തിൽ സർക്കാരിന്റെ അംഗീകാരത്തോടുകൂടി ഒരു യൂത്ത് ബ്രിഗേഡ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ യൂത്ത് ബ്രിഗേഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും നയപരമായ സർക്കാർ തീരുമാനത്തിന്റെ ഭാഗം ഉണ്ടായതാണോ? 1. 2, ഇത് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിന് മാത്രമായി സർക്കാർ അനുവദിച്ചു കൊടുത്തതാണോ? 3, ഇതുവഴിയായിട്ട് എത്ര യുവാക്കൾക്ക് സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു? ബാക്കി 139 മണ്ഡലങ്ങൾക്ക് ഈ യൂത്ത് ബ്രിഗേഡ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉള്ളതായി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഈ ഒരു പദം തന്നെ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇങ്ങനെ ഒരു സംവിധാനം സർക്കാരിന്റെ അനുവാദത്തോടു കൂടി വട്ടിയൂർക്കാവ് മണ്ഡലത്തിന് മാത്രമായി കൊടുത്തു എന്നൊക്കെ പറഞ്ഞത് അർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതിന്റെ സാമ്പത്തിക സ്രോതസ് എവിടെയാണ്? അതിന്റെ പ്രവർത്തനങ്ങൾ ആരാണ് നിയന്ത്രിക്കുന്നത്? അതെങ്ങനെയാണ് ഉത്ഭവിച്ചത്? ഇത് മറ്റു മണ്ഡലങ്ങളിൽ എന്തുകൊണ്ട് അത് നടപ്പാക്കാൻ സാധിക്കുന്നില്ല? സർക്കാരിന്റെ ഒത്താശയോടുകൂടിയാണെങ്കിൽ അത് എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകണമല്ലോ. അപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താ, മണ്ഡലത്തിന് കൊമ്പുണ്ടോ? അപ്പോൾ അവിടെ മാത്രമായി ചില യൂത്ത് ബ്രിഗേഡ് ഓഫീസുകൾ, അവിടെ മാത്രമായി കൗൺസിലർക്ക് പിന്നെ MLA-ക്ക് പ്രത്യേക ഓഫീസുകൾ, മറ്റ് മണ്ഡലങ്ങളിലുള്ളവർക്കൊന്നും വരാൻ ഒരു പ്രയാസവുമില്ല. പടിഞ്ഞാറൻ മേഖലയിലുള്ള ആന്റണി രാജു വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നല്ല കാര്യങ്ങൾ, നല്ല പ്രവർത്തികൾ നല്ല പ്രവർത്തികളായിരിക്കാം. പക്ഷേ അദ്ദേഹം ചോദിച്ചതുപോലെ എവിടെ നിന്നാണ് ഇതിന്റെ ഫണ്ടിങ് എന്നുള്ളതാണ്. യുവാക്കൾക്ക് എത്ര പേർക്കാണ് ജോലി കിട്ടിയത്? പണത്തിന്റെ സ്രോതസ് എവിടെ നിന്ന് മാതൃകാപരമായി
എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. എന്നുള്ളത് താങ്കൾ വന്നാൽ ക്ഷമിക്കുക, ഇത് ഒരു ഓഫീസ് കെട്ടിടത്തിന്റെ മാത്രം പ്രശ്നമല്ല. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ പല ഭാഗങ്ങളിലും അനധികൃതമായി കോർപ്പറേഷൻ കെട്ടിടങ്ങൾ കൈവശം വെച്ച് മറുവാടകയ്ക്ക് നൽകുന്നതായി പരാതികൾ ഉയർന്നിട്ടുണ്ട്. കോർപ്പറേഷൻ മേയർ ഇക്കാര്യം ഗൗരവതരമായി പരിശോധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്.